ഒന്നാം ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. യബ്ബേസ് തന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. മലയാള വേദപുസ്തകവും ഇംഗ്ലീഷ് ബൈബിളും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണുന്നത്, യബ്ബേസ് തന്റെ സഹോദരങ്ങളെക്കാൾ മാന്യനായിരുന്നു എന്നതിന് ആംഗലേയ ഭാഷയിൽ രചിച്ചിരിക്കുന്നത് നൗ ജബ്ബേസ് ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ് എന്നുള്ളതാണ്. ആരാണ് ഈ ജബ്ബേസ്? എന്താണ് ആ വ്യക്തിയുടെ പ്രസക്തി? ദിനവൃത്താന്ത പുസ്തകം നമുക്കറിയാം, ദാറ്റ് ഈസ് ക്രോണിക്കിൾ, ഡെയിലി ഡയറി. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശൗമേൽ പ്രവാചകന്റെ 2 പുസ്തകത്തിലും കാണുന്ന ഇസ്രായേലിന്റെ ചരിത്രം അത് ക്രമീകരിച്ച് എഴുതുന്ന പുസ്തകമാണ് ക്രോണിക്കിൾസ് എന്നുള്ളത്. പഴയ നിയമത്തിലെ പുസ്തക വിഭജനം, ദ ഡിവിഷൻ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സ് നമുക്ക് അറിയാമല്ലോ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പെന്ററ്റ്യൂക്ക്, ടോറ, പഞ്ചഗ്രന്ഥികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നാം കാണുന്നത് ചരിത്ര പുസ്തകങ്ങളാണ്. അതിനെ കെത്തുബീം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നാം കാണുന്നത് ജ്ഞാന പുസ്തകങ്ങളാണ്. അതിനെ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് നാം കാണുന്നു. സങ്കീർത്തനവും സദൃശ്യവാക്യവും സോങ്സ് ഓഫ് സോളമനും ഒക്കെ ഈ വിസ്ഡം ലിറ്ററേച്ചറിൽ വരുന്നതാണ്. 4ാമത്തെ വിഭജനമാണ് നബീം, പ്രവചന പുസ്തകങ്ങൾ എന്നത്, മേജർ ആൻഡ് മൈനർ പ്രോഫറ്റ്സ്. ഇതിൽ ഈ കെത്തുബീം എന്നുള്ളത് ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്രായേലിന്റെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങൾ. ആ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു നക്ഷൽ, അതിൻ്റെ ഒരു ക്രോഡീകരിച്ച ഭാവമാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നത്. 1-ാം ദിനവൃത്താന്ത പുസ്തകം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ ചരിത്രം, ചരിത്ര പുരുഷന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു കൗണ്ടിങ്ങിൽ 628 പേരോളം പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 628. അതിൽ കൂടുതലോ, ഒരുപക്ഷെ കൗണ്ടിങ്ങിൽ ചില തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതലോ കുറവോ ഉണ്ടായേക്കാം. 600-ൽ പരം ആളുകളുടെ പേരുകളാണ് ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് ദി 9th ചാപ്റ്റർ ഓഫ് ഫസ്റ്റ് ക്രോണിക്കിൾസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദാം മുതൽ നോഹ വരെയും, നോഹ മുതൽ അബ്രഹാം വരെയും, അബ്രഹാം മുതൽ യാക്കോബ് വരെയും, യാക്കോബ് അഥവാ ഇസ്രായേൽ മുതൽ ദാവീദ്, ശലോമോൻ വരെയുമുള്ള ആ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ പ്രശസ്തരായ വ്യക്തികളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ രാജാക്കന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്, ജഡ്ജസ്, ന്യായാധിപന്മാരുണ്ട്. അനേക പ്രശസ്തിയുള്ള ആളുകളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അവരിൽ ആർക്കും കൊടുക്കാത്ത ഒരു വിശദീകരണം ഒരാൾക്ക് മാത്രം കൊടുത്തിട്ടുള്ളത് 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ്. അത് കൊടുത്തിട്ടുള്ളത് ഈ യബ്ബേസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ചാണ്. എന്താണ് ആ വിശദീകരണം കൊടുത്തിട്ടുള്ളത്? നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ഈ നൗ എന്ന് അവിടെ പറയണമെങ്കിൽ അതിനു മുമ്പ് എന്തോ അവസ്ഥ ഈ യബ്ബേസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് നൗ. ഇപ്പോൾ അവൻ തന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടവനായി മാറി. പ്രിയപ്പെട്ടവരെയും, വേദപുസ്തകത്തിൽ നമ്മൾ അധികം പരിചിതമല്ലാത്ത വ്യക്തിത്വമാണ് ഈ യബ്ബേസിൻ്റെത്. എന്തായിരുന്നു അയാൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ? എങ്ങനെയാണ് അയാൾ ബഹുമാനിക്കപ്പെട്ടവനായി മാറിയത്? സൂക്ഷ്മമായി പരിശോധിക്കുക. 600-ൽ പരം പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഒരാൾക്ക് മാത്രമാണ് ഒരു വിശദീകരണം
ആ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ സഹോദരങ്ങളെക്കാൾ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവനായിരുന്നു. ഈ നൗവിന് മുമ്പുള്ള അയാളുടെ അവസ്ഥ എന്താ? അയാൾ ആരായിരുന്നു? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവന്റെ അമ്മ അവന് കൊടുത്ത പേരാണ് യബ്ബസ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അമ്മ ആ പേര് അവന് കൊടുത്തത്? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അമ്മ അവന് കൊടുത്ത പേര് ജബ്ബേസ്. I bore him in pain. He makes sorrowful. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ അവനെ വേദനയോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് കൊടുത്ത പേരാണ് യബ്ബേസ് എന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഈ യബ്ബേസിനെ കുറിച്ചൊന്നുണ്ടായാൽ, ഇയാള് കുഞ്ഞായിട്ട് ജനിച്ചു വളർന്നു, ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആളുകള് ചോദിക്കും, ഒടിച്ചുടനെ നിന്റെ പേരെന്താ? അപ്പോ അവൻ പറയുന്നത് എന്താണ്? യബ്ബസ്. ഉടനെ ആളുകളുടെ മുഖം അങ്ങ് ചുളി. ഈ ന്യൂയോർക്കിലുള്ളവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ അപ്പം വേറെ കുറെ പേരുകളൊക്കെ ഇട്ടിരുന്നതെങ്കിൽ ഈ ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഇമേജ് ഫുൾ ആകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ ചിന്ത. ഞാൻ ഒരു പേരും പറഞ്ഞ് ആരെയും കളിയാക്കുന്നില്ല. കാരണം ഇനി ഏതെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അത് ജോൺ തോമസ് അച്ഛനോട് നിങ്ങൾ പറയും, അച്ഛാ ഇയാളെ വിളിച്ച് ഞങ്ങളുടെ പേര് പറയിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചിലരെ ഇൻഷ്യല് മാറ്റി ഒക്കെ പേരൊക്കെ മാറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പൊ ഈ യബ്ബേസ്, ഇവനോട് പേര് ചോദിച്ചാൽ ഇവൻ പറയും എൻ്റെ പേര് യബ്ബേസ് എന്നാ. ഉടനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും മുഖം ചുളിക്കും. അയ്യടാ, നീ അപ്പനും അമ്മയ്ക്കും വേദന ഉണ്ടാക്കിയവനാണോ? നിന്റെ പേരിന്റെ അർത്ഥം ഹി മേക്സ് സോറോഫുൾ. ഇവൻ എനിക്ക് വേദനയുണ്ടാക്കി എന്ന ആ പേര്. ഒന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ, തൻ്റെതല്ലാത്ത കാരണത്താൽ സങ്കടം അനുഭവിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ യബ്ബേസ്. തൻ്റെതല്ലാത്ത കാരണത്താൽ സങ്കടം അനുഭവിക്കേണ്ടി വന്നവൻ. അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത നസറാണികളുടെ ഇടയിൽ കാണത്തില്ല എന്ന ഡിസ്ക്ലെയിമറോട് കൂടിയാണ് ഞാൻ പറയുന്നത്. നാട്ടിലുള്ള നസറാണികളുടെ ഇടയിൽ ഇങ്ങനെ ചില തൻ്റെതല്ലാത്ത കാരണത്താൽ സങ്കടം അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. മലയാള മനോരമയിൽ വന്ദനായ TJ ജോഷുവാച്ചന്റെ ചിന്താവിഷയം ആ ഫുൾ സ്കാപ്പ് പേപ്പറിന്റെ ഇടതുവശത്താണെങ്കിൽ വലതുവശത്ത് മലയാള മനോരമ അച്ചടിക്കുന്നത് നക്ഷത്ര ഫലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലെഫ്റ്റ് സൈഡിൽ ഇന്നത്തെ ചിന്താ വിഷയം റിട്ടൺ ബൈ റവറൻഡ് ഫാദർ ഡോക്ടർ TJ ജോഷുവ, വലത് സൈഡിൽ നക്ഷത്ര ഫലം. ഞായറാഴ്ച അതും കൂടെ വായിച്ചിട്ടാണ് പലരും പള്ളി പോകുന്നത്. ഈ ആഴ്ചത്തെ ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ ഇത് വായിക്കാനുള്ള സാധ്യതയും ഇല്ലല്ലോ. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആഴ്ച എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു സുവനീർ വരുമ്പോൾ അതിനകത്ത് ഈ നക്ഷത്ര ഫലം അടിച്ചിരിക്കും. ഈ ചിത്തിര നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ അവസ്ഥ എന്താ, ആയില്യം എങ്ങനെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഹൊറോസ്കോപ്പ് നക്ഷത്ര ഫലം അത് വളരെയധികമായിട്ട് അച്ചടിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്കുണ്ടോന്ന് എനിക്ക് അറിയില്ല, എൻ്റെ നാള് ചിത്തിരയാണ്. ആരെങ്കിലും കണ്ടാൽ ആരെങ്കിലും കേട്ടാൽ മുഖം ചുളിക്കും. ചിത്തിര അതിന്റെ പ്രത്യേകത എന്താ? ആ തറ തോണ്ടുന്നവന്. ചിലരുടെ നാൾ ആയില്യമാണ്. നാട്ടുകാരോട് പോലും പറയാൻ നോക്കൂ, ആയില്യമാണെന്ന്. അയലുദോഷിയ. പ്രിയപ്പെട്ടവരെ, തങ്ങൾ അറിയാത്ത കാരണത്താൽ ഈ നാളിൻ്റെയും ഒക്കെ സങ്കടം അനുഭവിക്കുന്ന അനേകം ആളുകൾ ഈ ശാസ്ത്രയുഗത്തിലും ഉണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നാൾ ഏതാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അവനവൻ അറിയാതെ ഉണ്ടാകുന്ന സങ്കടങ്ങൾ, അയ്യോ എൻ്റെ മോള് മകത്തിൽ തന്നെ പിറക്കണം, കാരണം എന്താ,
മകത്തിൽ മങ്ക പിറക്കും. അതിനുവേണ്ടി ഇപ്പോൾ പേരല്ലാതെ കീറെടുക്കുന്ന മലയാളികൾ കേരളത്തിലുണ്ട്. പേര് വേണ്ട, കീറ് മതി. കാരണം അങ്ങനെ പേരല്ലാതെ കീറെടുത്താൽ കൃത്യമായി മകത്തിൽ തന്നെ പിറക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ശാസ്ത്രയുഗത്തിലും ചന്ദ്രനിൽ ഇന്ത്യ പോയ, അല്ലെങ്കിൽ ഉപഗ്രഹം വിട്ട, അല്ലെങ്കിൽ അവിടെ കാലൂന്നിയ ചന്ദ്രായന്റെ യുഗത്തിലും ഇത് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. അത് അച്ഛാ കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിലും ഉണ്ട്. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഇതൊക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ വിശദീകരണങ്ങളൊന്നും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു നാളിൽ ജനിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞുണ്ടാകുന്ന കാര്യമാണ്. അത് നമ്മുടെ ബലഹീനത കൊണ്ടോ നമ്മുടെ പരിമിതി കൊണ്ടോ ഉണ്ടാകുന്ന കാര്യമാണ്. ശാസ്ത്രീയമായി ചിന്തിച്ചാലും ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണ്? മെഡിക്കൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. മെഡിസിൻ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജന്മം എങ്ങനെയാണ്. ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ് എ ഹ്യൂമൻ ചൈൽഡ് ഈസ് ബോൺ ഓൺ ടു ദിസ് എർത്ത്. ഇൻ ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ്, തള്ളപ്പെടാവുന്ന ഏറ്റവും അവസാനത്തെ അവസരത്തിലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ പിറക്കുന്നത്. അതിന്റെ ശാസ്ത്രീയം ഒന്നും പറഞ്ഞ് അച്ഛൻ ഞായറാഴ്ച തലേന്ന് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്. 10 ലക്ഷം സ്പേമുകളിൽ ഒന്ന് ഒരു ഓവവുമായി ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യ ജന്മം ഉണ്ടാകുന്നത്. അതല്ലേ അതിന്റെ ശാസ്ത്രം? അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എങ്ങനെയാ? 10 lakh ഈസ് ടു 1. ആ ഒന്നില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. ഈ ലോകത്തിൽ ഏറ്റവും അവസാനത്തെ സാധ്യത ഒരു മനുഷ്യന്റെ ജന്മത്തിന്. പിന്നെ എങ്ങനെയാ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ന നാളാണ് എൻ്റെ നാളെന്ന്, ഇന്നതാണ് എൻ്റെ ഹൊറോസ്കോപ്പ് എന്ന്? നമ്മളത് മലയാളത്തിൽ ഈ ചിത്തരയും ആയിലും ഒക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് പറയുന്നു എന്നതല്ലാതെ അതിലെന്ത് അടിസ്ഥാന തത്വമാ ഉള്ളത്? അത് ശാസ്ത്രീയമായി ചിന്തിച്ചാലും ഇനി ദൈവികമായിട്ട് നമുക്കറിയാമല്ലോ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകനോട് ദൈവം തന്നെ പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്താൽ പിടിക്കപ്പെട്ട പൗലോസ് പറയുന്നത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ദൈവം എന്നെ പിടിച്ചു എന്നാണ്. അപ്പോൾ സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചാലും തിയോളജിക്കലായി ചിന്തിച്ചാലും ഒരു വ്യക്തിയുടെ ജന്മം അയാൾ അറിഞ്ഞ് സംഭവിക്കുന്നതല്ല. പിന്നെ എന്തിനാ ഈ നാളുദോഷത്തിൽ നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്നത്? ആ പയ്യന് അമ്മ കൊടുത്ത പേര് ജെബസ്. ഐ ബോർ ഹിം ഇൻ പെയിൻ. തൻ്റെതല്ലാത്ത കാരണത്താൽ സങ്കടം അനുഭവിച്ച ഒരു ചെറുക്കൻ, തൻ്റെതല്ലാത്ത കാരണത്താൽ പ്രതിസന്ധി അനുഭവിച്ച ഒരാൾ. അയാളെ കുറിച്ച് വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ആ അമ്മയുടെ മക്കളിൽ ഈ പയ്യന് മാത്രമാണ് യെബസ് എന്ന് പേര് കൊടുത്തത്. മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി നന്മകൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടാകുമ്പോൾ, ഇവന് മാത്രം അമ്മ ആ പേര് കൊടുക്കുമ്പോൾ അനേകം പേരുടെ മുമ്പിൽ അവൻ തല കുനിച്ചിട്ടുണ്ട്. അവന് തല ഉയർത്തുവാനാകാത്ത വിധത്തിൽ അവൻ നിന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവൻ്റെതായ കുറവ് കൊണ്ട്, അവൻ്റെതായ ബലഹീനത കൊണ്ട് സംഭവിച്ചത് അല്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള അനേകം ആളുകളുടെ മനസ്സിൽ നമ്മുടേതല്ലാത്ത കാരണത്താൽ പ്രതിസന്ധി അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം,
നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നാകാം, നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയിൽ നിന്നാകാം. നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ, തലയിലെഴുത്ത് എന്ന് പറയും. തലയിലെഴുത്തൊന്നും മാറിപ്പോകില്ല എന്ന് സാധാരണയായിട്ട് പറയുന്ന ഒരു ചിന്തയാണല്ലോ. പ്രിയപ്പെട്ടവരെ, തൻ്റെതല്ലാത്ത കാരണത്താൽ നമ്മളിൽ ആരെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്നുവെങ്കിൽ, അത് രോഗമാകട്ടെ, നമ്മൾ അറിഞ്ഞല്ല നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ചില ആളുകൾ പറയോ എന്നും രോഗമാണല്ലോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞുണ്ടാകുന്നതല്ല. നമ്മുടെ ആകാരത്തെക്കുറിച്ചോ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചോ നമ്മുടെ പേരിനെ കുറിച്ചോ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചോ നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആകരുത്, ഒരിക്കലും നിരാശരാകരുത്. ഇന്ന് അമേരിക്കയിലെ അവസ്ഥ എനിക്ക് അറിയില്ല. നാട്ടിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഡിപ്രസ്ഡാണ്. പല കാര്യങ്ങളിൽ അവർ ഫ്രസ്ട്രേറ്റഡാണ്. അവരുടെ നിറത്തെക്കുറിച്ച് അവർക്ക് പ്രയാസമുണ്ട്, അവരുടെ വർഗത്തെക്കുറിച്ച് അവർക്ക് പ്രയാസമുണ്ട്, അവരുടെ സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് പ്രയാസമുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ ഇന്ന വീട്ടിൽ ഇന്ന അപ്പന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചു പോയല്ലോ എന്നതിൽ സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഈ നിറം മാറ്റാൻ ഒക്കുവോ? എൻ്റെ അപ്പന്റെയും അമ്മയുടെയും നിറമല്ല എനിക്ക് കിട്ടത്തുള്ളൂ. അത് അമേരിക്കയിൽ വന്നാലും ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മാറ്റമുണ്ടോ? അമേരിക്കക്കാരന്റെ ഇംഗ്ലീഷ് പറയാനൊക്കുന്നു എന്നുള്ളതല്ലാതെ ജനറ്റിക്സിൽ മാറ്റം ഉണ്ടാവുമോ? അതുണ്ടാകത്തില്ല. കാരണം നമ്മുടെ റൂട്ട് എവിടെയാണോ ആ ജനറ്റിക്സ് ആണ്, ആ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ എന്നും എന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ഡിപ്രസ്ഡ് ആകരുത്. നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ പറയുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. ഈ മനുഷ്യൻ തന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഡിപ്രസ്ഡ് ആകുന്നത് കൊണ്ടാണ് ഇത്രയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് ഈ ലോകത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ബിസിനസ്സാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. നിങ്ങൾ ഡൗട്ട് കുളിച്ചാലും ഞാൻ ജർഗൻസ് തേച്ചാലും എൻ്റെ മോന്തയുടെ ഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടൊരു ഫേഷ്യലിംഗ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് നമുക്കുണ്ടായിരുന്നുണ്ട്. ഒരു ഫേഷ്യലിംഗ് സ്പിരിച്വാലിറ്റി, എല്ലാം ഫേഷ്യൽ ചെയ്ത് കൃത്യമാക്കാം എന്നൊരു ധാരണ എവിടെയോ ഇന്ന് കടന്നു വന്നിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നിനെ കുറിച്ചും, നമ്മുടെ വർഗത്തെക്കുറിച്ച്, നമ്മുടെ ജെൻഡറിനെ കുറിച്ച്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നമ്മുടെ പേരിനെ കുറിച്ച്, നമ്മുടെ ഒന്നിനെ കുറിച്ചും വറീഡാകേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും നമ്മൾ അറിഞ്ഞ് ഉണ്ടാകുന്നതല്ല. ജബ്ബേസ് തൻ്റെതല്ലാത്ത കാരണത്താൽ അവൻ പ്രതിസന്ധി അനുഭവിച്ചു. പക്ഷെ നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ഇപ്പോൾ അവൻ തന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടവനായി മാറി. കേൾക്കുക പ്രിയപ്പെട്ടവരെ, അപമാനിക്കപ്പെട്ടവൻ ബഹുമാനിക്കപ്പെട്ടവനായി മാറിയ ചരിത്രമാണ് ജബ്ബേസിൻ്റെത്. ബട്ട് ഹൗ, എങ്ങനെയാണ് അപമാനിക്കപ്പെട്ടവൻ ബഹുമാനിക്കപ്പെട്ടവനായി മാറിയത്? അത് വളരെ വ്യക്തമായി ഈ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെ തൻ്റെ അപമാനം അവൻ ബഹുമാനമാക്കി മാറ്റി? ഒരു ഫേഷ്യലിംഗിലൂടെ, ഫേഷ്യലിംഗ് സ്പിരിച്വാലിറ്റിയിലൂടെയാണോ അവൻ അപമാനം ബഹുമാനമാക്കി മാറ്റിയത്? ഇൻഷൽ മാറ്റുന്നതിലൂടെയാണോ അവൻ അപമാനം ബഹുമാനമാക്കി മാറ്റിയത്? അപ്പനെയും അമ്മയും അറിയില്ല എന്ന ജാള്യം നടിച്ച് അവന്റെ ജാടയിലൂടെയാണോ അവൻ അപമാനം ബഹുമാനമാക്കി മാറ്റിയത്? ഇന്ന് പലർക്കും സ്വന്തം പാരമ്പര്യം പോലും പറയാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്, സ്വന്തം വീട്ടുപേര് പോലും പറയാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, അപ്പന്റെയും അമ്മയുടെയും പേര് പോലും പറയാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. ക്ഷമിക്കണം ഞാൻ പറയുന്നതിൽ. ഇന്ത്യയിൽ നിന്നാണ് വന്നത് എന്ന് പറയാൻ പോലും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ചില കാരണങ്ങളാൽ നമ്മൾ ജാള്യതപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ അവൻ അതിനെ അതിജീവിച്ചത്? പ്രിയപ്പെട്ടവരെയും, അതിൻ്റെ മാർഗം സിമ്പിളാണ്. അവൻ തൻ്റെ ജീവിതത്തിലെ തൻ്റെതല്ലാത്ത കാരണത്താൽ
ഉണ്ടായ പ്രതിസന്ധിയെ അവൻ കൺഫ്രണ്ട് ചെയ്തത് ഇൻ എ വെരി സിമ്പിൾ വേ. ആ വഴി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, കുറച്ചു പേരെങ്കിലും ആ വഴിയൊന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ ഈ കൺഫ്യൂഷനും നമ്മുടെ കോൺഫ്ലിക്ട്സും നമ്മുടെ ഡിപ്രഷനും നമ്മുടെ ഒരു തരം കോംപ്ലക്സും ഒക്കെ ഒരു പരിധി വരെ മാറ്റാം എന്നാണ് ബലഹീനനായ എനിക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തോന്നുന്നത്. എങ്ങനെയാണ് അവൻ അതിനെ അതിജീവിച്ചത്? വളരെ സിമ്പിൾ വേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ നിങ്ങൾ പറയൂ, ഇത്രയേ ഉള്ളോ? അത്രയേ ഉള്ളൂ. ത്രൂ ഹിസ് പ്രയർ, തന്റെ പ്രാർത്ഥനയിലൂടെ അവൻ തന്റെ അപമാനത്തെ ബഹുമാനമാക്കി മാറ്റി. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. The method of prayer and the matter of prayer and the method of prayer, ഇത് രണ്ടും അവൻ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ചതിനാൽ അവന്റെ അപമാനം എന്തായിട്ട് മാറി? ബഹുമാനമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ റിയൽ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി. അതാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത്. ഓർത്തഡോക്സ് എന്ന പേര് അത് വേഷത്തിൽ കാണിക്കാനുള്ളതല്ല. അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം റിഫ്ലക്ട് ചെയ്യുവാനുള്ളതാണ്. അതൊരു സഭയുടെ പേരായി കാണേണ്ടുന്നതുമല്ല. We should reflect that orthodox perspective in our spiritual life. അതെങ്ങനെയാ സാധിക്കേണ്ടുന്നത്? രണ്ടു കാര്യങ്ങൾ പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കണം. ഒന്ന്, what is the method of prayer? രണ്ട്, what is the matter of prayer? What to pray and how to pray. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചിന്തയായി ഈ വേദപുസ്തക ചിന്തകൾ നമുക്ക് തരികയും. ഒന്ന്, അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? രണ്ട്, അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ തിരിച്ച്, അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു, അവൻ എന്ത് പ്രാർത്ഥിച്ചു? ഇത് നമുക്ക് വളരെ ഭംഗിയായി പഠിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഈ വേദപുസ്തകത്തിൽ. ഇത് ദൈവം രചിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 600-ൽ പരം ആളുകളുടെ പേരുകളുണ്ട്. രാജാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഗതി നിയന്ത്രിച്ചു വിട്ട പ്രവാചകന്മാരുണ്ട്. ആർക്കും ഒരു വിശദീകരണവുമില്ല. ഒരിക്കലും അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു വിശദീകരണം ഈ വിശുദ്ധ വചനം നൽകുകയാണ്. ജബേസ് ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. അതിന്റെ താഴെ 4 വാക്യങ്ങൾ തന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കുറിച്ച് മാത്രം ഒരു വിശദീകരണം തരികയാണ്. എന്താണ്, എങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചത്? ഈ വിശുദ്ധ വേദഭാഗത്തിൽ നമ്മൾ കാണുകയാണ് അവന്റെ മെത്തേഡ് ഓഫ് പ്രയർ എന്തായിരുന്നു. അവൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഇന്ന വിഷയങ്ങൾ അവിടുന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഇന്നത് നീ കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് അവൻ പ്രാർത്ഥിച്ചു. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് പ്രയർ? ഒന്നാമതായി അവൻ പ്രാർത്ഥിച്ചത് 10-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 വേഴ്സ് 10 ഫോളോയിങ്, 10-ാമത്തെ വാക്യം മുതൽ നാം കാണുമ്പോൾ ഒന്നാമതായി അവൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഇതാണ് അവന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. യു ഷുഡ് ബ്ലെസ് മീ ഇൻഡീഡ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിന് മാത്രമേ തന്നിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. തൻ്റെതല്ലാത്ത കാരണത്താൽ തനിക്കുണ്ടായ ഈ നാണക്കേട് മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അവൻ പേര് മാറ്റണം എന്നല്ല പറഞ്ഞത്, അപ്പനെയും അമ്മയും മാറ്റണം എന്നല്ല പറഞ്ഞത്, എന്റെ കളറ് മാറ്റണം എന്നല്ല അവൻ പറഞ്ഞത്. അവൻ എന്താണ് പറഞ്ഞത്? യു ഷുഡ് ബ്ലെസ് മീ ഇൻഡീഡ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചേ മതിയാകുള്ളൂ. യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന പേരുമാറ്റം നടത്തിയ ഇസ്രായേലിന്റെ നായകൻ പറഞ്ഞ അതേ വാചകം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയുണ്ടാകണം എന്ന് നിശ്ചയമായി അപേക്ഷിക്കുമ്പോൾ
ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കും. ദൈവത്തിന്റെ കരുണ ഉണ്ടായാലേ മതിയാകുള്ളൂ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ മേ ബി തന്നാ കൊള്ളാം, തന്നില്ലേലും കുഴപ്പമില്ല, എന്നാൽ നിശ്ചയമായി ദൈവം എന്നെ അനുഗ്രഹിച്ചാലേ മതിയാകുള്ളൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കരുണയുണ്ടാകും. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന അടിസ്ഥാനപരമായ ചിന്തയാണ്. എവിടെയാണോ വിശ്വാസത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് അവിടെയാണ് അനുഗ്രഹത്തിന്റെ ഒഴുക്ക് ഉണ്ടാകുന്നത്. വിശ്വാസത്തിന്റെ പൂർണ്ണത അനുഗ്രഹത്തിന്റെ ഒഴുക്കിന് കാരണമായി തീരും. പഴയ നിയമത്തിൽ അനേക വസ്തുതകൾ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം എന്നെ സ്പർശിച്ച ഒരു വേദഭാഗമാണ് ഒരു സീറോ ഫോയിനിക്കക്കാരിയായ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വരുന്ന ആ സംഭവം. നമ്മൾ വലിയ നോമ്പിൽ വീഞ്ഞോട് കുഷ്ഠം, തളർവാദി, പുറജാതി സ്ത്രീ, അവരുടെ ആ കുഞ്ഞിന്റെ സൗഖ്യത്തെക്കുറിച്ച് വളരെ അധികമായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെയും അവരുടെ പ്രത്യേകത? ഒത്തിരി സൈഡ് ലൈനിലേക്ക് മാറുവാനുള്ള ഒത്തിരി സാഹചര്യങ്ങളുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവൾ. ഇവിടെ പറയുന്നുണ്ട്, വചനം പറയുന്നത് അവള് സീറോ ഫോയിനിക്കക്കാരിയായ ഒരു കനാന്യ സ്ത്രീ ആയിരുന്നു. സീറോ ഫോയിനിക്കക്കാരിയായ ഒരു കനാന്യ സ്ത്രീ. അവളുടെ ഒറിജിൻ സീറോ ഫോയിനീഷ്യനാണ്. വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് അവളെ കെട്ടിച്ചു വിട്ടത് കാനനീറ്റ്സിലാണ്. അപ്പോ ഡബിൾ ആയി ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഡബിൾ ഒപ്രസ്ഡ് ലേഡി. ഒന്ന്, അവൾ ജനിച്ചത് തന്നെ സീറോ ഫോയിനിക്കയിലാണ്. രണ്ട്, അവളെ കെട്ടിച്ചു വിട്ടത് എവിടെയാണ്? കാനനൈറ്റ് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഡബിൾ ഒപ്രസ്ഡ്. ഒന്നാമതേ അവൾ പ്രയാസത്തിലാണ് ജനിച്ചത്, ഇനിയും അവളെ കെട്ടിച്ചു വിട്ടത് അതിനേക്കാൾ പ്രയാസത്തിൽ. പിന്നെ എങ്ങനെയാ അവൾക്ക് ഒരു യഹൂദന്റെ മുമ്പിലേക്ക് വരുവാനായിട്ട് കഴിയുന്നത്? അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്ത അവളെ കുറിച്ച് പറയുന്നത് അവൾ സീറോ ഫോയിനിക്കക്കാരിയായ ഒരു കനാന്യ സ്ത്രീ. പിന്നെ എന്താ അവിടെ പ്രശ്നം? എന്താ അവളുടെ പ്രശ്നം? തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയല്ലേ? അവളുടെ കൊച്ചിന്റെ രോഗം ആരോടെങ്കിലും പറയാൻ പറ്റുന്ന രോഗമാണ്. എൻ്റെ കുഞ്ഞിന് ഭ്രാന്താണെന്ന് നമ്മൾ ആരെങ്കിലും പറയും? ഒരിക്കലും പറയില്ല. നമ്മൾ എങ്ങനെയും അത് ഹൈഡ് ചെയ്യും, അല്ലേ? അവളുടെ കുഞ്ഞിന് ഭ്രാന്താണ്, ഭൂതം ബാധിച്ചിരിക്കുന്നു, മാഡാണ്. ഭ്രാന്ത് എന്ന് തന്നെയാ നല്ല ഭാഷയിൽ പറയണ്ടേ. അവൾക്ക് പറയാൻ ഒക്കുമോ ആരോടെങ്കിലും എൻ്റെ മോക്ക് ഭ്രാന്താണെന്ന്? അത് ഒരു പെൺകൊച്ചിന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ അതിന്റെ ഭാവി കാര്യം നോക്കുക? അവളുടെ ആ സൈഡ് ലൈൻ ചെയ്യുന്ന അവളുടെ ആ ഡിപ്രസീവ് മൂഡ് എത്രത്തോളമാണ്. മൂന്നാമതായിട്ട് അവിടെ പ്രശ്നം എന്താ? അവൾക്ക് ആരെയാ സമീപിക്കേണ്ടേ? ഒരു യഹൂദ യുവാവിനെയാ, ചെറുപ്പക്കാരനെയാ. 30-31 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാ അവൾക്ക് എങ്ങനെയാ സമീപിക്കാൻ കഴിയുന്നത്? വീണ്ടും അവൾ ആ ചെറുപ്പക്കാരനെ സമീപിച്ചപ്പോ എന്താണ് അവന്റെ കൂടെ നടന്ന ആളുകൾ പറയുന്നത്? നമ്മൾ ഒട്ടും മനസ്സിലാക്കാതെയാണ് അതിന് ചിലപ്പോഴൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. ചുമ്മാതാ. ശിഷ്യന്മാർ അപേക്ഷിക്കുകയൊന്നും അല്ലായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ വെർബൽ ഫോമിന് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളുണ്ട്. നോമിനേറ്റീവ്, വൊക്കേറ്റീവ്, ഡേറ്റീവ്, അക്യുസേറ്റീവ്, ജെനറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളുണ്ട്. അല്ലാതെ വെറുതെ അപേക്ഷിക്കുകയല്ല. ഇവിടെ ഒരു ഡേറ്റീവ് ക്ലോസിലാ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഗ്രീക്ക് ഭാഷയും കൂടെ ചേർത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദ ന്യൂ ടെസ്റ്റമെന്റ് വാസ് റിട്ടൺ ഇൻ ഗ്രീക്ക് ലാംഗ്വേജ്. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ അറിയണമെങ്കിൽ, പുരാണം അറിയണമെങ്കിൽ സംസ്കൃതം അറിയേണ്ടുന്നത് പോലെ വേദപുസ്തകം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് ഭാഷയും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് ഞങ്ങൾ എങ്ങനെയാച്ചാ ഗ്രീക്ക് ഭാഷ പഠിച്ചിട്ട് വേദപുസ്തകം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എത്യോപ്യക്കാരൻ ഷണ്ണനോട് ഫിലിപ്പസ് പറഞ്ഞതുപോലെ എനിക്കും പറയാനുള്ളൂ, പഠിച്ചവര് പറയുന്നത് വിശ്വസിക്കുക, അല്ലെങ്കിൽ നേരെ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഡേറ്റീവ് ക്ലോസ് ആണ്. എന്താണ് ശിഷ്യന്മാര് പറയുന്നത്? എന്താണ്? ഈ മാരണത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, അല്ലാതെ പറഞ്ഞു വിടണമെന്നല്ല, അപേക്ഷിക്കുകയല്ല. അയ്യോ ഇവള് നിൽക്കുന്നേ, ദാറ്റ് വാസ് നോട്ട് എൻ ഇന്റർസെഷൻ. ഈ മാരണത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം.
ഇരയ്ക്കൊപ്പം കരയുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു സാധാരണ ജീവിതത്തിന്റെ പ്രതീകമാണ് ശിഷ്യന്മാരുടേത്. എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞു വിടണം. എന്നിട്ടും അവൾ പോയില്ല. അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. എനിക്ക് കർത്താവിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കാമെന്ന എൻ്റെ ധാരണ. സെമിനാരി പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തപ്പോൾ, പ്രത്യേകിച്ച് ലിറ്റർജിക്കൽ തിയോളജിയിലെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഒന്നിനായി ഡോക്ടർ ബേബി വർഗീസ് അച്ഛനോട്, അച്ഛൻ ഇവിടെ കൺവെൻഷന് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഉത്തരം മുട്ടുന്നത് കൊണ്ടല്ല, എല്ലാറ്റിനും ഉത്തരമില്ലാത്തത് കൊണ്ട് അച്ഛൻ പറയും, അതെ എടോ, നമുക്ക് സ്വർഗത്തിൽ പോയി കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ കർത്താവിനോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ചെല്ലുമ്പോൾ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലൊരു ചോദ്യം ഇതാണ്: കർത്താവേ, ആ സ്ത്രീ, അവൾ സീറോ ഫൊയ്നിക്കക്കാരിയാണ്, അവൾ കനാന്യ സ്ത്രീയാണ്, അവളുടെ ആരോടും പറയാനാകാത്ത ഒരു പ്രതിസന്ധിയാണ് അവൾക്കുള്ളത്. അവൾ വന്നപ്പോൾ നിന്റെ ശിഷ്യന്മാർ അവളെ ആട്ടിപ്പായിച്ചതാണ്. പിന്നെയും നിന്റെ അടുക്കൽ വരുമ്പോ നീ കൂടെ ഇങ്ങനെ പറയാമോ? എന്തു പറയാമോ? എന്താണ് കർത്താവ് അവളെ അഡ്രസ് ചെയ്ത വാക്ക്? എന്താണ്? ഓ, റെസ്പെക്റ്റഡ് ലേഡി എന്നാണ്. ആണോ? പറഞ്ഞേ. എന്താ വിളിച്ചേ അവളെ? എന്താ അവളെ വിളിച്ചേ? നായെന്ന അവളെ വിളിച്ചേ. നായെന്ന അവളെ വിളിച്ചേ. പുരാണത്തിൽ പറയുന്നൊരു കഥ പോലെ ലക്ഷ്മണന്മാർ അവര് ഈ വനവാസത്തിന് പോകുകയാണ്. പോകുന്ന വഴിക്ക് ഒട്ടേറെ നടന്നു പോകുന്ന സമയത്ത് ഒരു ജലാശയത്തിന്റെ അരികിലെത്തി. രാമൻ തന്റെ വില്ലെടുത്ത് ഒരു മരത്തിന്റെ പൊത്തിലേക്ക് വെച്ചു. എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി മുഖവും കാലും ഒക്കെ കഴുകി ഇച്ചിരി വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിച്ച് കുറെ നേരം വിശ്രമിച്ചതിന് ശേഷം രാമലക്ഷ്മണന്മാർ യാത്ര പുറപ്പെടാൻ തുടങ്ങുകയാണ്. രാമൻ ആ മരപ്പൊത്തിൽ നിന്ന് തന്റെ വില്ല് എടുത്തപ്പോൾ ആ വില്ലിന്റെ അറ്റത്ത് ഒരു തവള, ഒരു ചെറുതവള അതിലിങ്ങനെ ആ വില്ലിൽ കുരുങ്ങിക്കിടക്കുന്നു. ആ പൊത്തില ഇരുന്ന ആ തവളയുടെ മേലാണ് രാമൻ ഈ വില്ല് തറപ്പിച്ചത്. അപ്പോ ഇതിന്റെ കരച്ചില് കേട്ട് രാമൻ ചോദിച്ചു, തവളക്കുഞ്ഞേ, തവളക്കുഞ്ഞേ, ഞാൻ ഈ വില്ല് അങ്ങോട്ട് വെച്ചപ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഈ ഞാനിവിടെ ഉണ്ട് എന്ന്? ആ തവള മറുപടി പറഞ്ഞതായി പുരാണങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ തവളക്കുഞ്ഞ് മറുപടി പറയുകയാ, രാമ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ രാമ രാമ എന്ന് വിളിച്ചാൽ മതി. പക്ഷേ രാമന്റെ വില്ല് തന്നെ എൻ്റെ നെഞ്ചിൽ തറയ്ക്കുമ്പോ ഞാൻ ആരെയാണ് രാമ രാമ എന്ന് വിളിക്കേണ്ടുന്നത്? നമുക്കും സമാനമായ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്രയും ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഇത്രയും ഞാൻ ദൈവത്തിൽ നടന്നു, എൻ്റെ ദൈവാലയത്തോടും ദൈവത്തോടും സഭയോടും ഞാൻ പ്രതിബദ്ധതയോടെ ജീവിച്ചു. പക്ഷേ എനിക്കെന്താ ഇത്രയും പ്രയാസമെന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവളും ഇത്രത്തോളം സംഘർഷങ്ങളിലൂടെ വന്നിട്ടും അവളെ കർത്താവ് വിളിക്കുന്നത് എന്താ? നായെന്ന. അതും ഏത് പേരാ പറയുന്നത്? ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്ക് കുനാറിയൂസ് എന്ന വാക്കാണ്. കുനാറിയൂസ്. ആ വാക്ക് പെറ്റ് ഡോഗ്സ് എന്നല്ല. എൻ്റെ ബ്രദറ് ഡിട്രോയിറ്റിലുണ്ട്. അവൻ്റെ വീട്ടിൽ നല്ലൊരു പട്ടിയുണ്ട്. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ അവനോട് പറഞ്ഞു, എടാ, നിനക്കിപ്പോ കുട്ടിയേക്കാൾ കൂടുതൽ സ്നേഹം പട്ടിയോടാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിള്ളേര് വളർന്നു വരുന്നു. കുട്ടിയേക്കാൾ സ്നേഹം ആരോട് വേണ്ട? പട്ടിയോട് വേണ്ട. നാട്ടിൽ എങ്ങനെയാണല്ലോ, ഊട്ടിയിലെ പട്ടിയെ വീട്ടിൽ വളർത്തും, വീട്ടിലെ കുട്ടിയെ ഊട്ടി വിടും. ഊട്ടിയിലെ പട്ടി വീട്ടിലും വളരില്ല, വീട്ടിലെ കുട്ടി ഊട്ടിയിലും വളരില്ല. അപ്പൊ ഈ പെറ്റ് ഡോഗ് അല്ല ഇവിടെ പറഞ്ഞാണോ കുനാറിയൂസ് പെറ്റ് ഡോഗ് എന്നാണോ? അല്ല. ആ വാക്കിന്റെ അർത്ഥം സ്ട്രേ ഡോഗ് എന്നാണ്, സ്ട്രീറ്റ് ഡോഗ്. പ്രിയപ്പെട്ടവരെ, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ, അത് പറയുന്നതിൽ ഈ ഭാഷ ഉപയോഗിക്കുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അലവലാതി പട്ടി, നാട്ടുപട്ടി, തെണ്ടിപ്പട്ടി, ഇതാണ് ക്രിസ്തു വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കർത്താവിനോട് ചോദിക്കാനുണ്ട്. ഇത്രയും താഴ്ത്തി അവളെ വിളിക്കാൻ തക്കവണ്ണം ആ പാപം എന്താ ചെയ്തത്? പോട്ടെ, നമുക്ക് കർത്താവിനോട് ചെല്ലുമ്പോൾ ചോദിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, അവളെ ഒരു പട്ടി എന്ന് വിളിക്കുമ്പോ അവൾ തിരിച്ചെന്താ പറയുന്നത്? യെസ്,
ഐ എം എ ഡോഗ് ബട്ട് ഐ ഹാവ് ഓൺലി വൺ മാസ്റ്റർ. ഞാനൊരു തെണ്ടിപ്പട്ടിയാ കർത്താവേ, പക്ഷെ എനിക്കൊരു നാഥനേ ഉള്ളൂ. കാണുന്നവന്റെ മുമ്പിൽ വാലാട്ടുന്നവളല്ല ഞാൻ. എനിക്കൊരു നാഥനേ ഉള്ളൂ. അതാരാണ്? അത് നീയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിന്ന് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്ന ആ വാചകം എന്താ? ഇസ്രായേലിലൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കഴിയുമോ നമുക്ക്? നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ നമുക്ക് കഴിയുമോ? സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുക എന്നതല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് പോകുമ്പോൾ പള്ളി പോകുക എന്നതല്ല. എല്ലാ കാര്യങ്ങളിലും യാതൊരു സംഘർഷവും ഇല്ലാത്തപ്പോൾ പ്രാർത്ഥിക്കാം, അതല്ല. അത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി എന്താ? ഏതു വേദനകളുടെ മധ്യേയും ഏത് സങ്കടത്തിന്റെ മധ്യേയും ദൈവത്തിനല്ലാതെ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന വിശ്വാസം. ആ വിശ്വാസമുള്ളതിനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശുദ്ധ വചനത്തിൽ വായിച്ചത്. ഫെയ്ത്ത് പറഞ്ഞാൽ മാറിപ്പോകും. നമുക്ക് കടുകുമണിയുടെ വിശ്വാസമല്ല, മത്തങ്ങ വിശ്വാസമുണ്ട്. മത്തങ്ങ പോലെ വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് ഒരു മലയും മാറിപ്പോയില്ല. നമ്മളൊന്നും അതിനെ ആക്ഷരികമായിട്ടല്ല എടുക്കണ്ടേ. ഈ ഇന്നത്തെ ലോകത്തിൽ പോലും അതിനെ ആക്ഷരികമായിട്ട് എടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. Faith may not move the mountain, but gives the power to climb on it. Faith may not move the mountain. ഈ മല മാറുക എന്ന് വെച്ചാൽ മല വാനിഷ് ചെയ്യുക എന്നതല്ല. ഈ ആനയെ വാനിഷ് ചെയ്യുന്നത് പോലെ, ചില മജീഷ്യന്മാർ കാണിക്കുന്നത് പോലെ, ഇറ്റ് ഈസ് നോട്ട് എ മാജിക്. വാനിഷ് ചെയ്യുകയല്ല. Faith may not move the mountain, but gives the power to climb on it. ഈ മലയുടെ മുകളിൽ കയറിയാൽ പിന്നെ മലയുണ്ടോ? ഇല്ല. കാലിൻ്റെ അടിക്ക് മലയല്ലല്ലോ, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതാണ് എന്താ മല എന്ന് പറയുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ യബ്ബേസ് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നമുക്ക് നോക്കണം. കർത്താവേ, നീ അല്ലാതെ മറ്റാരും എനിക്കില്ല എന്ന് പറയുവാൻ. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ വചനത്തിലും അപവിശ്വാസവും അല്പവിശ്വാസവും അന്ധവിശ്വാസവും അവിശ്വാസവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തത് എന്താ? അപവിശ്വാസം അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് എൻ്റെ വചനം കേട്ടത് കൊണ്ടൊന്നുമല്ല, പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപവിശ്വാസം അത് ഒന്നാമത്തെ ഒരു തലമാണ്. രണ്ടാമത്തത് എന്താ? അല്പവിശ്വാസം. ആരോടാ? ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു പത്രോസ്. ഒരു ദിവസം പറയും, കർത്താവ് വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടപ്പോ പത്രോസ് പറഞ്ഞു, എനിക്കും കൂടെ ഒന്ന് നടക്കണം. നല്ല ഒരു ജെനുവിൻ ഡിമാൻഡ് ആണല്ലോ, എനിക്കും കൂടെ ഒന്ന് നടക്കണം. കർത്താവ് പറഞ്ഞു, കം ഔട്ട് ഓഫ് ദി ബോട്ട്. നീ ആ ബോട്ടിൽ നിന്ന് വെളിയിൽ വാ. ഇൻ ഓർഡർ ടു വാക്ക് ഓൺ ദി വാട്ടർ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദി ബോട്ട്. നീ ആ ബോട്ടിൽ നിന്ന് വെളിയിൽ വാ. അയാൾ വെളിയിൽ വന്നിട്ട് അങ്ങോട്ടും നടന്നപ്പോ സത്യമായിട്ടും ചിന്തിച്ചു കാണും, നമ്മളെ പോലെ, എന്നെ പോലെ, നിങ്ങളെ പോലെ എന്നല്ല. എൻ്റെ കർത്താവേ, ഞാൻ ഈ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്, പക്ഷെ ഇനി എന്തൊക്കെ സംഭവിക്കാം. ഒരു തിര വരാം, ഒരു കാറ്റ് വരാം, ഒരു ബോട്ട് വരാം, എന്തൊക്കെ സംഭവിക്കാം. നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ചാണ് ഞാൻ പറയാം. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ വിറയൽ. അയ്യോ, ഇതൊക്കെ എങ്ങനെ നേരിടും, ഇതൊക്കെ എങ്ങനെ നേരിടും. വിശ്വാസക്കുറവല്ല പ്രിയപ്പെട്ടവരെ, അല്പവിശ്വാസമാണ്. അതുകൊണ്ടാണ് പത്രോസ് മുങ്ങിയപ്പോ കർത്താവ് എന്താ വിളിക്കുന്നത്? അല്പവിശ്വാസിയെ. ഒന്ന്, അപ്പം തിന്നുവാനുള്ള അപ്പവിശ്വാസം. അതില്ലെങ്കിൽ വിശ്വാസം ഇല്ല. നമുക്ക് ദൈവത്തെ വേണം. എപ്പോഴാ? when we are in need. ഒരു നീഡ് ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ ദൈവത്തെ വേണം. ഒരു നീഡ് ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി, അപ്പവിശ്വാസം. രണ്ട്, നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ when we are facing certain things, അവിടെ നമ്മൾ പേടിച്ചു പോകും. അയ്യോ,
കാറ്റ് വരത്തില്ലയോ, ബോട്ട് വരത്തില്ലയോ, ഈ വെള്ളം അനങ്ങത്തില്ലയോ, ഇല്ലയോ എന്ന ചോദ്യങ്ങൾ ഏറെ ഉണ്ടാകുമ്പോ നമ്മൾ അല്പവിശ്വാസികളാണ്. മൂന്നാമത്തതാരാ? ദ സ്പിരിച്വൽ മെൻ ഫ്രം ജെറൂസലേം. യെരുസലേമിൽ നിന്ന് വന്ന ആത്മീക നേതാക്കൾ. അവരെ വിളിച്ചതെന്നറിയാമോ? അന്ധവിശ്വാസികളെ എന്ന. അച്ഛന്മാരെ, നമ്മളെ കുറിച്ചല്ല, പക്ഷെ ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മളെയും വിളിക്കാൻ സാധ്യതയുണ്ട്. എന്താ? അന്ധവിശ്വാസികളെ. യെരുസലേമിൽ നിന്ന് വന്ന പുരോഹിത പ്രമുഖന്മാരെ കർത്താവ് വിളിക്കുകയാണ്. എന്താ? അന്ധവിശ്വാസികൾ. നാലാമതായിട്ട് എന്താ? അവിശ്വാസം. ആരെയെ വിളിച്ചതെന്ന് അറിയാമോ? വീട്ടുകാരെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? തൊട്ടുതാഴെ വിശുദ്ധ മർക്കോസ് പറയുന്നത്, പിന്നെ സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യുവാൻ അവന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. അപവിശ്വാസത്തിന്റെയും അല്പവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ തമ്പുരാനോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോയ അനേകം ആളുകളുടെ സംഭവമാണ് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. അവർക്കൊരു വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നായയെ പോലെ വാലാട്ടി അവന്റെ പിൻപിൽ ചെല്ലുന്ന വിശ്വാസം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇസ്രായേലിലൂടെ ഇങ്ങനൊരു വിശ്വാസം ഇസ്രായേലിന്റെ വിശ്വാസം അപവിശ്വാസമാണ്. ഇസ്രായേലിന്റെ വിശ്വാസം അല്പവിശ്വാസമാണ്. ഇസ്രായേലിന്റെ വിശ്വാസം അന്ധവിശ്വാസമാണ്. ഇസ്രായേലിന്റെ വിശ്വാസം അവിശ്വാസമാണ്. ഓർത്തഡോക്സുകാരെ കുറിച്ച്, എന്നെ കുറിച്ച് എന്തായിരിക്കും കർത്താവ് പറയാൻ പോകുന്നത്? ഞാൻ നിന്നിൽ ഇത്രത്തോളം അത്ഭുതങ്ങൾ ചെയ്തിട്ടും എന്നിലുള്ള വിശ്വാസത്തിന്റെ റേഷ്യോ, എന്നിലുള്ള വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളമാണെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് പറയാൻ കഴിയുന്നത്? ഇതാ യെബേസ് പ്രാർത്ഥിക്കുകയാണ്, യു ഷുഡ് ബ്ലെസ് മീ ഇൻഡീഡ്. നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. എൻ്റെ ജന്മദോഷം മാറണമെന്നല്ല, എൻ്റെ നിറം മാറണമെന്നല്ല, എന്നിലുള്ള കഷ്ടപ്പാടുകൾ മാറണമെന്നല്ല, നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. രണ്ടാമതായിട്ട് എന്താ അവൻ പറയുന്നത്? രണ്ടാമതായിട്ട് അവൻ പറയുന്ന വിഷയം ഇതാണ്, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. യു ഷുഡ് എൻലാർജ് മൈ ടെറിട്ടറി. നമ്മൾ സത്യത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്കേറെ സ്പർശനീയമായിട്ടുള്ള ഒരനുഭവമാണ് ഇത് നൽകുന്നത്. യു ഷുഡ് എൻലാർജ് മൈ ടെറിട്ടറി. ഇവനിങ്ങനെ ഷ്രിങ്ക് ചെയ്തിരിക്കുകയാണ്. വെളിയിലേക്ക് പോകാൻ ഒക്കാത്ത വിധത്തിൽ ഷ്രിങ്ക് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. അങ്ങ് ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു എമ്പത്തറ്റിക് ഐഡിയോളജി ഉണ്ടായാലേ മനസ്സിലാകാൻ ഒക്കത്തുള്ളൂ. ആരെങ്കിലും പേര് ചോദിച്ചാ എന്താ പറയുന്നേ? യെബസ്. അപ്പൊ കേൾക്കുന്നവർ എന്നാ പറയും? ഓ, അപ്പനും അമ്മയ്ക്കും സങ്കടം ഉണ്ടാക്കുന്നവൻ, അവൻ കാരണമാണോ അതുണ്ടായത്? പ്രിയപ്പെട്ടവരെ, ചുരുങ്ങുന്ന അവസ്ഥ. നമ്മുടെ വല്ലാത്ത കാരണത്താൽ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം ചുരുണ്ടുകൂടുന്ന ഒരവസ്ഥ. അവൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നസ്രാണികളുടെ ഇടയിൽ പലവിധ കാരണങ്ങളാൽ ചുരുക്കുന്ന അനേകം അവസ്ഥകളുണ്ട്. 1991 ഏപ്രിൽ 16 എൻ്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിലെ OVBSന്റെ കൺവീനറായിരുന്നു. അവിടെ OVBSന്റെ സമാപന സമ്മേളനത്തിൽ വെൽക്കം സ്പീച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി അദ്ദേഹം മരിച്ചത്. അത് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ കല്യാണം ഉണ്ടായ പഴയ ആളുകൾക്ക് അറിയാമല്ലോ, ഈ കല്യാണം ഉണ്ടാകുമ്പോൾ ചെറുക്കനോ പെണ്ണോ പ്രാർത്ഥിച്ചിറങ്ങി വെളിയിലേക്ക് പോകുമ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. അറിയത്തില്ലേ? അത് ഉണ്ട്. എന്താ അത്? കണി. ആരാ വരണ്ടേ? ആ കുടുംബത്തിൽ ഇത്തിരി സൗന്ദര്യമൊക്കെയുള്ള, ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ളൊരു സ്ത്രീയെ എളിയിൽ ഒരു കൊച്ചിനെയും വെച്ചുകൊണ്ട് വരണം. എൻ്റെ അമ്മ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ആൾ, സൗന്ദര്യമൊന്നും ഞാൻ പറയത്തില്ല, വണ്ണമുള്ള ആളായതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഏതു കല്യാണത്തിന് ഏത് ചെറുക്കനും പെണ്ണും ഇറങ്ങിയാലും
ഈ കണിയായിട്ട് വരുന്നത് അമ്മയായിരുന്നു. പലരും ചിരിക്കുന്നുണ്ട്, പണ്ട് വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാകാം. പക്ഷേ 91 ഏപ്രിൽ 16 കഴിഞ്ഞ് ഒരു മെയ് 18 ഞങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹം ഉണ്ടായി. അപ്പോൾ ആളുകൾ, നമുക്കറിയാം അന്നൊക്കെ ഈ സന്ധിക്കാണല്ലോ എല്ലാവരും കൂടിയിരുന്നിട്ട് ആരാ കണി, ആരാണ് പെണ്ണിന്റെ തോഴ്മക്കാരി, ആരാണ് മിന്ന് കെട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ അത്താഴ സദ്യക്കാണല്ലോ. അപ്പൊ മെയ് 18 ഇങ്ങനെ കുടുംബത്തിലൊരു വിവാഹത്തിന്റെ തലേന്ന്, മെയ് 17 തലേന്ന് ആ സന്ധ്യയിൽ ഇങ്ങനെ കൂടിയിരുന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെ സാധാരണ ഈ കണിയായിട്ട് വരുന്നത് ഗ്രേസി വന്നാ മതി എന്ന ഉടനെ അത് അമ്മയ്ക്ക് തന്നെ ഒരു അഭിമാനം, ഞാനായിരിക്കും എന്നൊരു ചിന്ത കൂടെയുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൊച്ചുനാളിൽ ഏറെ വർഷങ്ങൾക്ക്, ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ് ആ കേട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആരാ കണിയായിട്ട് വേണ്ടുന്നത്? എൻ്റെ അമ്മയുടെ പേരല്ല പറഞ്ഞത്, മറ്റൊരാളിൻ്റെ പേര് പറഞ്ഞു. എന്താ കാര്യം? ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും ഇന്നൊന്നും അങ്ങനെ ഇല്ലച്ച. ചുമ്മാതാ കേട്ടോ. പല കാരണങ്ങളാൽ ഷ്രിങ്ക് ചെയ്യേണ്ടുന്ന അവസ്ഥ ഇന്നും മനുഷ്യ ജീവിതത്തിലുണ്ട്. പല കാരണങ്ങളാൽ വെളിയിൽ പറയാനാകാത്ത വിധത്തിൽ ചുരുങ്ങിപ്പോയ മനുഷ്യർ, ചുരുണ്ടുപോയ മനുഷ്യർ, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം അസ്തിത്വം കാട്ടുവാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിധത്തിൽ ചുരുണ്ടു പോകുന്ന മനുഷ്യർ. യബ്ബേസ് അങ്ങനെയുള്ളവനായിരുന്നു. പേര് പോലും പറയാനൊക്കില്ല, പേര് പോലും പറയാനൊക്കില്ല. അവൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കർത്താവേ, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. യു ഷുഡ് എൻലാർജ് മൈ ടെറിട്ടറി. നീ എൻ്റെ അതിരുകൾ വിശാലമാക്കണം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. സംഘർഷങ്ങൾ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. എൻ്റെ കർത്താവേ, എൻ്റെ സംഘർഷങ്ങളുടെ നടുവിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എൻ്റെ ചിന്തകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സങ്കടം മാറ്റുന്നതല്ല ദൈവത്തിൻ്റെ പണി, സങ്കടങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവം. അത്ഭുതം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് അത്ഭുതത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം വളഞ്ഞു വരുന്നതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. എന്താ? ഞാൻ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച പോലെ ദൈവം തന്നപ്പോൾ അതെന്തായിരുന്നു? അത്ഭുതമായിരുന്നു. അത് മാത്രമാണോ അത്ഭുതം? അങ്ങനെയാണെങ്കിൽ ഗെരസമനയിൽ എന്ത് അത്ഭുതമാണ് നടന്നത്? സ്വന്തം മകനാണ് ചോദിക്കുന്നത്, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണമേ. ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അയച്ച അപ്പനല്ലേ? പക്ഷെ എന്താണ് തൊട്ടടുത്ത നിമിഷം പറയുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നത് കുറച്ചുകൂടെ ഉറക്കെ പറയുക പ്രിയപ്പെട്ടവരെ. അത്ഭുതമെന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം വളഞ്ഞു വരുന്നതും വഴങ്ങിത്തരുന്നതും മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ വളരുന്നതും അത്ഭുതമാണ്. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ വളരുന്നതും അത്ഭുതമാണ്. അങ്ങനെ ഒന്ന് ധ്യാനിച്ചു നോക്ക്. ചുമ്മാതെ ബഹളമൊക്കെ ഉണ്ടാക്കി ആത്മീയതയെ നമ്മൾ ഷ്രിങ്ക് ചെയ്യാതെ ഒന്ന് ധ്യാനിച്ചു നോക്ക്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം വഴങ്ങിത്തരുന്നത് മാത്രമല്ല, വഴങ്ങിത്തരട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു, ദൈവം തന്നു, സന്തോഷം. പക്ഷെ അതുമാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ വളരുന്നതും അത്ഭുതമാണ്. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരനുഭവമായി ദൈവം മുമ്പിൽ സമർപ്പിക്കണം. കർത്താവേ, നീ എന്താണോ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ പറയുന്നത്, കർത്താവേ, അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക് പ്രയോജനകരമായതും ഞങ്ങൾക്ക് തരണം. അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക് പ്രയോജനകരമായതും. കാരണം നമുക്ക് പ്രയോജനം ചെയ്യുന്നത് ദൈവം തന്നെങ്കിലേ അത് ഗുണമായി ഉപയോഗിക്കുവാനായിട്ട് കഴിയുള്ളൂ. യബേസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. മൂന്നാമതായിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്?
അവൻ മൂന്നാമതായി പറയുന്നു, യുവർ ഹാൻഡ് വുഡ് ബി വിത്ത് മീ. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. കാരണം കാലുറച്ചവനെ കൈ കൊടുക്കാൻ ആകുള്ളൂ. കാലുറച്ചവനെ കൈ കൊടുക്കുവാൻ ആകുള്ളൂ. കാലുറച്ചവനാണ് ദൈവം. ആ ദൈവത്തോട് അവൻ പറയുന്നത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. കൈക്ക് പിടിച്ച് നടത്തണം. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 33-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാമത്തെ വാക്യം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ജീവിതത്തിലെ ഏത് അവസ്ഥകളിലൂടെ കടത്തിവിടുമ്പോഴും, if God put a burden upon you, he always keep his arms underneath. If he put a burden upon you, he always keep his arms underneath. ഒരു പ്രതിസന്ധിയുടെ നടുവിലൂടെ നമ്മെ വിടുമ്പോഴും തന്റെ കരം കൊണ്ട് അവൻ നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തോട് ഒന്ന് പറഞ്ഞാൽ മതി, നീ എന്നെ കൈക്ക് പിടിച്ച് നടത്തണം. ഞാൻ വീഴാതെയും വഴുതാതെയും ഞാൻ വഴുതെറ്റിപ്പോകാതെയും നിന്റെ കൈക്ക് പിടിച്ച് എന്നെ നടത്തണം. 73-ാം സങ്കീർത്തനം 24-25 വാക്യങ്ങൾ. 73-ാം സങ്കീർത്തനം 24-25 വാക്യങ്ങൾ. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനകളാൽ നീ എന്നെ നടത്തും, പിന്നത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദാവീദിന്റെ വലിയ ഒരു പ്രതീക്ഷയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യേ നിൽക്കുമ്പോ ദാവീദ് പറയുന്നത് എന്താ? നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനകളാൽ നീ എന്നെ നടത്തും, പിന്നത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കേണ്ടുന്നത് ഇതാണ്. കർത്താവേ, എൻ്റെ കൈക്ക് പിടിക്കണമേ. വഴിയിൽ നിന്റെ കൈക്ക് പിടിച്ച് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ, നിന്റെ മുമ്പിലുമല്ല നിന്റെ പിമ്പിലുമല്ല, നിന്റെ കൂടെ നിന്റെ കൈ കവർന്നുകൊണ്ട് നടക്കുവാനുള്ള കരുണ എനിക്ക് തരണമേ. നിന്റെ മുമ്പിലുമല്ല നിന്റെ പിമ്പിലുമല്ല, നിന്റെ കൂടെ നിന്റെ കൈക്ക് പിടിച്ച് നടക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. യെബേസ് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിന്റെ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തുമ്പോൾ അവന് മാത്രമുള്ള വിശദീകരണം ഇതാണ്. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ കൈ എൻ്റെ മേൽ വെക്കണമേ, നിന്റെ കൈ എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. നമ്മളും പ്രാർത്ഥിക്കണം, എൻ്റെ പോക്കുവരവുകളിൽ നിന്റെ കൈ ഉണ്ടാകണമേ. ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ കൈക്ക് പിടിച്ചു നടക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ നിന്റെ കൈക്ക് പിടിച്ച് നടത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അടുത്ത കാലത്ത് കാലം ചെയ്ത വന്ദനായ അന്തോണിയോസ് തിരുമേനി, അദ്ദേഹത്തെ കുറിച്ച് അത്ര വലിയ ഒരു അറിവൊന്നും സാധാരണപ്പെട്ട ആളുകൾക്കില്ല. അദ്ദേഹത്തിന് പാസ്പോർട്ട് ഇല്ല എന്ന് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ടൊക്കെ കാണുന്നത്. എന്നാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളറിഞ്ഞ് പെരുമാറുവാൻ കഴിവുള്ള ഒരു പിതാവാണ് അദ്ദേഹം. ഒരിക്കലും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളുമായി തിരുമേനിയെ കാണുവാൻ വേണ്ടി ശാസ്താംകോട്ടയിൽ ചെന്നു. മൂത്തമകൾ 10ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ ആകുന്ന സമയത്താണ്. തിരുമേനിയുടെ മുമ്പിലെത്തി തിരുമേനിയുടെ കൈമുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് തിരുമേനി എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കൊച്ചമ്മേ, 2 പെൺകുഞ്ഞുങ്ങളാണ്, ശ്രദ്ധിച്ചോണം. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും കൊച്ചമ്മ അവരുടെ മുഖം നോക്കിക്കോണം. എൻ്റെ ജീവിതത്തിൽ ഇന്നയോളം ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു അഡ്വൈസ്. തിരുമേനി കാലം ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ ഓർക്കുന്നുണ്ടോ എന്നോട് തിരുമേനി പറഞ്ഞ വാചകം? വലിയ പ്രസംഗങ്ങളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, വലിയ പ്രകടനങ്ങളൊന്നും വേണ്ട, ചില വാക്കുകൾ മതി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ. കൊച്ചമ്മേ, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും
അവരുടെ മുഖം നോക്കിക്കോണം, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം. പെൺകുഞ്ഞുങ്ങളാണ് എന്നോർക്കണം. പേടിപ്പിക്കുകയല്ല, തമ്പുരാന്റെ കൈക്ക് പിടിച്ച് നടത്തണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അഭിനന്ദനായ പിതാവ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എനിക്കായി മുറിവേറ്റ നിൻ കരങ്ങൾ എൻ്റെ ശിരസിൽ വെച്ച് നീ ആശീർവദിക്കണം എന്നൊന്ന് പാടണം, എന്ന് പ്രാർത്ഥിക്കണം. എനിക്കായി മുറിവേറ്റ നിൻ കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്ത ആശീർവദിക്കണേ. ആപത്ത് വേളകളിൽ, ആനന്ദവേളകളിൽ നിന്റെ കരം, നിന്റെ മുറിവേറ്റ കരം എന്നിൽ നീ വെക്കണം. ദൈവത്തിന്റെ കരം നമുക്ക് വഴികാട്ടുന്ന കരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, when you are turned to the left or right, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ അറിയില്ല വഴി എങ്ങനെയാ, എങ്ങോട്ടാ പോകേണ്ടുന്നത് എന്നറിയില്ല, എന്തിനാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടേണ്ടുന്നത് എന്നറിയില്ല, എവിടെയാണ്, ഏത് വിവാഹമാണ് എൻ്റെ കുഞ്ഞിന് യോഗ്യമായത് എന്നറിയില്ല. കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ലേ? when you are in utter confusion, ഇതാ ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 30 verse 21-20 following. എന്താണ് അവിടെ പറയുന്നത്? when you are turned to the left or right, you can hear a word behind, this is the way, you go through that way. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ, when you are in utter confusion, നിനക്കൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കാം, വഴി ഇതാകുന്നു, ഇതിലേ നടക്കുക. പ്രിയപ്പെട്ടവരെ, വലിയ കാറ് മേടിക്കാൻ അനുഗ്രഹം തരുന്നതല്ല. മേടിക്കുന്നവർ മേടിച്ചോ, കിട്ടുന്നവർ മേടിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. പക്ഷേ അതിനേക്കാൾ വലുതാണ് നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടുന്നത് എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കാം, ഇതാകുന്നു വഴി, ഇതിലേ പോകുക. ഒരു സൈൻ ബോർഡ് പോലെ, കൈച്ചൂണ്ടി പോലെ ദൈവത്തിന്റെ കരമുണ്ടാകും. ഇതാണ് എബ്ബേസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ മൂന്നാമതായിട്ട് പ്രാർത്ഥിച്ചു, നിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടാകണം. ദ മാറ്റർ ഓഫ് പ്രയർ, വാട്ട് ടു പ്രേ. ഒന്നാമതായി അവൻ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, യു ഷുഡ് ബ്ലെസ് മീ ഇൻഡീഡ്. രണ്ടാമതായി അവൻ പ്രാർത്ഥിച്ചു, നിന്റെ കൈ, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം, യു ഷുഡ് enlarge my territory. I am in a compressed stage. അതുകൊണ്ട് നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. മൂന്നാമതായി അവൻ പ്രാർത്ഥിച്ചു, നിന്റെ കൈ എൻ്റെ കൂടെ ഉണ്ടാകണം. അവന്റെ പ്രാർത്ഥനയുടെ മാറ്റർ. നാലാമതായി എന്താ അവൻ പ്രാർത്ഥിച്ചത് എന്നറിയാമോ? അവൻ നാലാമതായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ജനറ്റിക് പ്രശ്നങ്ങൾ മാറ്റണം എന്നല്ല, എൻ്റെ നാള് മാറ്റണമെന്നല്ല, എൻ്റെ കളറ് മാറ്റണമെന്നല്ല. അവൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. ഈ അനർത്ഥം, ഒരു പ്രതിസന്ധി ഉണ്ട്, ഒരു വേദനയുണ്ട്, ഒരു രോഗമുണ്ട്, നീ അറിയാതെ നിനക്കുണ്ടായ ഒരു കഷ്ടപ്പാടുണ്ട്. യു ആർ ഇന്നസെന്റ്, നീ അറിഞ്ഞുണ്ടായതല്ല, നിന്റെ പ്രതിസന്ധിയുമല്ല. പക്ഷേ യു ആർ ഫേസിങ് ദാറ്റ് പ്രോബ്ലം. അത് നിനക്കുണ്ട്, അതില്ലാതെ വരികയില്ല. നിനക്ക് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദനയായിരിക്കാം, ചിലപ്പോൾ വീടിന്റെ മോർഗേജ് അടയ്ക്കുന്നതിനെ കുറിച്ചായിരിക്കാം. വേദനയുണ്ട്, പക്ഷെ വേദന മാറ്റാനല്ല. പിന്നെന്താ പറയുന്നത്? ഈ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകരുത്, ഈ അനർത്ഥം എനിക്ക് സങ്കടത്തിന് കാരണമാകരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ? എൻ്റെ കർത്താവേ, നീ തന്ന രോഗം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, നീ തന്ന വൈധവ്യം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, നീ തന്ന സാമ്പത്തിക തകർച്ച സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ മക്കളെ കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതെനിക്ക് വേദനയ്ക്ക് കാരണമാകരുത്, വ്യസനത്തിന് കാരണമാകരുത്. വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും
നമ്മെ ഏറെ സ്വാധീനിക്കുന്നതാണ്. എങ്കിലും ഒരു പ്രാർത്ഥന എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. കസസ്തോസിന്റെ ക്രമത്തിൽ പിതാക്കന്മാര് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ തല കുനിച്ച് നിൽക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു പ്രയറാണ്. എന്താ പ്രാർത്ഥിക്കുന്നത് എന്നറിയാമോ? കർത്താവേ, ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരണമേ. എത്ര വിശദീകരിച്ചാലും അതിന് വിശദീകരണം തരാൻ ബലഹീനനായി എനിക്ക് സാധിക്കില്ല. ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും എനിക്ക് എന്താക്കണം? ഗുണവും പ്രയോജനവുമായി വേഗത്തിലും എളുപ്പത്തിലും. അതെന്താ, രണ്ടും ഒന്നല്ലയോ? മലയാളത്തിൽ വേഗവും എളുപ്പവും, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. സ്പീഡിലി ആൻഡ് ഈസിലി. There is ample difference. Speedily and easily. വേഗത്തിലും എളുപ്പത്തിലും ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. There are lot of undeserved suffering, but there is no useless suffering. There are lot of undeserved suffering. നമ്മൾ അർഹിക്കാത്ത ഒത്തിരി കഷ്ടതകൾ നമുക്കുണ്ടായെന്ന് വരും. നമുക്ക് യോഗ്യമല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരും. പക്ഷെ ഇതൊന്നും യൂസ്ലെസ് അല്ല. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ ഉപയോഗപ്രദമാണ്. യെബേസ് പ്രാർത്ഥിക്കുന്നത് ഇതാണ്: കർത്താവേ, ഈ അനർത്ഥം, ഈ സങ്കടം എനിക്ക് എന്തിന് കാരണമാകരുത്? വ്യസനത്തിന് കാരണമാകരുത്. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രാർത്ഥനയുടെ എസൻസ് 4 കാര്യങ്ങളിൽ നിൽക്കുകയാണ്. ഒന്നാമതായി, നീ എന്നെ വിട്ടുപോകരുത്. രണ്ടാമതായി, എൻ്റെ അതിരുകൾ, ഇങ്ങനെ ഞാൻ ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ ഒക്കാത്ത ഈ പ്രതിസന്ധി, എനിക്ക് അതിൽ നിന്ന് പുറത്തു കടക്കണം. നീ എൻ്റെ അതിരുകൾ വിശാലമാക്കണം. മൂന്നാമതായി, നിന്റെ കൈ എന്നോടുകൂടെ ഉണ്ടാകണം. നാലാമതായി, ദിസ് ട്രബിൾ, ഈ പ്രതിസന്ധി, സാധാരണ പറയുമല്ലോ, if God pushes you into the edge of a difficult situation, don't be afraid. 2 things may happen. Either he will catch you when you fall, or he will teach you how to fly. When God pushes you into the edge of a difficult situation, don't be panic. 2 things may happen. Either he will teach you how to fly, പറക്കാൻ നമ്മെ പഠിപ്പിക്കും. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ വരുമ്പോഴല്ലേ നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആയി മാറുന്നത്. ചില പ്രയാസങ്ങളുടെ മധ്യയല്ലേ നമ്മൾ കുറച്ചുകൂടെ ഇൻബിൽറ്റ് ആയി സ്ട്രോങ് ആയിട്ട് മാറുന്നത്. Either he will teach you how to fly, or he will catch you when you fall. ഒരുപക്ഷെ വീഴുന്ന സമയമാണെങ്കിലും പഠിപ്പിക്കും മാക്സിമം. പക്ഷേ വീണ്ടും വീഴുന്നതാണെങ്കിൽ അവൻ കാത്തുകൊള്ളും, അവൻ താങ്ങിക്കൊള്ളും. യെബേസ് തന്റെ പ്രാർത്ഥന തികയ്ക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു ചിന്ത കൂടെ നടത്തി ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദ മാറ്റർ ഓഫ് പ്രയർ. കൃത്യമായ ഒരു വിഷയം അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. കൃത്യമായ ഒരു പ്രാർത്ഥനാ മാറ്റർ അവനുണ്ടായിരുന്നു. ചുമ്മാതെ അതും ഇതും. ഇന്ന് ചില പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കുറ്റം പറയല്ല, ദൈവത്തെ പഠിപ്പിക്കുക. കർത്താവേ, ഇന്നാർക്ക് രോഗം ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണം കർത്താവിന് ഇന്നാർക്ക് രോഗം ഉണ്ടെന്ന് അറിയാൻ. ഇതെവിടെ നിന്ന് വന്ന പ്രാർത്ഥനയാണ്? ഇതൊക്കെ നമ്മൾ ദൈവത്തെ പോലും പരീക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നാരുടെ പ്രശ്നം നിനക്ക്, പിന്നെ കർത്താവിന് അറിയത്തില്ലേ പ്രശ്നം ഉണ്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഒമ്നി പ്രസന്റ് അല്ലെങ്കിൽ ഒമ്നി പൊട്ടന്റ് എന്ന് ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്തിനാ? നമ്മൾ പഠിപ്പിച്ചിട്ട് വേണോ നമ്മുടെ പ്രയാസം നമ്മുടെ തമ്പുരാൻ അറിയാൻ? യെബേസ് പറഞ്ഞില്ല, കർത്താവേ, എൻ്റെ പേര് നിനക്ക് അറിയാമല്ലോ, എൻ്റെ അമ്മ ഈ പേരിട്ടത് നിനക്ക് അറിയാമല്ലോ. ഇന്നൊന്നുമല്ല അവൻ പറഞ്ഞത്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്, പിതാക്കന്മാരുടെ ദൈവത്തോട് അവന്റെ പ്രാർത്ഥനാ വിഷയം അവൻ സമർപ്പിച്ചു. കണ്ടതും കേട്ടതും ഒന്നുമല്ല, വെറും ചപ്പളാത്തി അടിക്കുകയല്ല, അവിടുന്ന് ഇവിടുന്നും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റർ ഉണ്ടാകണം. പ്രാർത്ഥന കൃത്യമായി നടത്തണം.
ദൈവത്തെ പരീക്ഷിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നദ്ധിയിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കണം. കർത്താവേ, അങ്ങേക്ക് തിരുമനസ്സാകുന്നു എങ്കിൽ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു വാട്ട് ടു പ്രേ ആൻഡ് ഹൗ ടു പ്രേ. എങ്ങനെ പ്രാർത്ഥിക്കണം, ഇവൻ എന്താ പ്രാർത്ഥിക്കുന്നത്? ഇതിനകത്ത് വളരെ രസകരമായും സ്പർശനീയമായും ഒരു വാക്കുണ്ട്. ഏറ്റവും അവസാനം എന്താ അവൻ പറയുന്ന അറിയാമോ? എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അവൻ അപേക്ഷിച്ചു. അതാണ് മെത്തേഡ് ഓഫ് പ്രയർ. അനുതാപത്തോടെ അവൻ അപേക്ഷിക്കുകയാണ്. കർത്താവേ, നീ ഈ വിഷയങ്ങളെല്ലാം കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ പിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ ഗാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടേണം. നിൻ വായ്ധൂപത്തിൻ കലശം നിന്നതരം ധൂപം കൃത്യം ദൈവത്തെ പ്രീണിപ്പിക്കും നാവോ ശുശ്രൂഷക്കാരൻ. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ രോമം എഴുതണം. പക്ഷെ ഇതൊന്നും കേൾക്കുമ്പോഴല്ല നമുക്കിപ്പോ രോമം എഴുതുന്നത്. പ്രാർത്ഥനയുടെ വേണ്ടാത്ത ചില ഈ പറയുന്ന അവിയൽ പരുവം കാണുമ്പോൾ, വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കയറുമ്പോ ഇന്ന് അതൊരു ഇമോഷണൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് പ്രാർത്ഥന മാറുകയാണ്. പ്രാർത്ഥിക്കുവാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ അനുതാപത്തോടെ നിൽക്കണം. വിത്ത് റിപ്പന്റൻസ്, വിത്ത് കണ്ടംപ്ലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുമ്പിടുന്നതും തല കുണിക്കുന്നതുമല്ല. അമേരിക്കയിലെ കാര്യം എനിക്കറിയില്ല. നാട്ടിൽ നിന്നുപോയ ഒരു ലിറ്റർജിക്കൽ ആക്റ്റാണ് എന്താ? കുമ്പിടി. നിന്നുപോയ ലിറ്റർജിക്കൽ ആക്ട്. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. ആരെങ്കിലും ഏതെങ്കിലും പാവം വല്യച്ഛന്മാർ കുമ്പിട്ട പിള്ളേരിങ്ങനെ അതിശയത്തോടെ നോക്കും. പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. അതാണ് കണ്ടംപ്ലേഷൻ, അതാണ് ജെനിഫ്ലെക്ഷൻ. ദൈവ മുമ്പിൽ അനുതാപത്തോടെ നിൽക്കണം, സന്താപത്തോടെ നിൽക്കണം. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് അനുതാപമുള്ളത്? അനുതാപത്തിന്റെ തലങ്ങൾ പ്രാർത്ഥനയിൽ വിട്ടുപോയില്ലേ? ദൈവ മുമ്പിൽ താഴ്മയോടെ പ്രാർത്ഥിക്കണം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, 1 പത്രോസ് 5:5. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ഇത് പറഞ്ഞ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം താളം ചവിട്ടി പ്രാർത്ഥനയും ഓളം ചവിട്ടി പ്രാർത്ഥനയും ഒക്കെയാണ് ഇന്നത്തെ ലോകത്തിന് ഇഷ്ടം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് താളം ചവിട്ടി പ്രാർത്ഥനയല്ല, ഓളത്തിന്റെ പ്രാർത്ഥനയല്ല. ഇന്നെല്ലാവരും പറഞ്ഞു ഓളം വേണമെന്നാ. ഓളമല്ല വേണ്ടുന്നത്, യഥാർത്ഥത്തിലുള്ള അനുതാപം വേണം. സന്താപത്തോടെ നിൽക്കണം, ഏകാഗ്രതയോടെ നിൽക്കണം. ബി വിജിലന്റ്, ഏകാഗ്രതയോടെ നിൽക്കണം. ചിന്തകളെ കടിഞ്ഞാടിടണം. അത് നിന്റെ ചിത്തം ദൈവ മുമ്പിൽ സമർപ്പിക്കണം. എബേസ് എന്താ ചെയ്തത്? അവൻ ദൈവത്തോടെ താഴ്മയോടെ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. തന്നാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അതാ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതും ഞങ്ങൾക്ക് പ്രയോജനമുള്ളതും. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നമ്മൾ ഡിമാൻഡിങ് ആകാതെ നമ്മുടെ ദൈവ മുമ്പിൽ ഒരപേക്ഷയുമായിട്ടൊന്ന് ചെന്ന് നോക്ക്. അങ്ങനെ ഡിമാൻഡിങ് ആകുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ ചില അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. പ്രാർത്ഥിക്കുന്ന ഓരോ അവസരത്തിലും നമുക്ക് അനുതാപം ഉണ്ടാകണം. വ്യർത്ഥവും ദീർഘവുമായ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയും അങ്ങ് അറിയുന്നത് പോലെയും എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. മരുഭൂമിയിലെ പിതാവായ മാർ മക്കാറിയോസിന്റെ ഒരു പ്രാർത്ഥനാ വാചകമാണ്. വ്യർത്ഥവും ദീർഘവുമായ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയും അങ്ങ് അറിയുന്നത് പോലെയും എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ആകേണ്ട പോലെ എന്നെ ആക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങൾ ആകേണ്ട പോലെ എന്നെ ആക്കണമേ.
വീണ്ടും നീ പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾക്ക് വേണ്ടി പരതി നിന്റെ ശ്രദ്ധ അത്രയും അവയുടെ മേൽ ആകരുത്. വാക്കുകൾക്ക് വേണ്ടി പരതി പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധ ആ വാക്കുകളിൽ ആകരുത്. ചുങ്കക്കാരന്റെ ചുണ്ടനക്കം ദൈവത്തിന്റെ കരുണ കൊണ്ടുവന്നു. ഒറ്റ വാക്കിനാൽ വലതുഭാഗത്തെ കള്ളന് പറുദീസ കിട്ടി. ജോൺ ക്ലിമാസ്കസ് എന്ന് പറയുന്ന പിതാവ് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശ്രദ്ധ വാക്കിലാകരുത്. അതുകൊണ്ടാണ് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ എഴുതപ്പെട്ട പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നത്. ഇൻസ്റ്റിങ് പ്രയറിനേക്കാൾ കൂടുതൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾക്ക് പ്രാധാന്യത കൊടുക്കുന്നതിന്റെ കാരണം, ഇൻസ്റ്റിങ് പ്രയറിൽ പ്രാർത്ഥിക്കുന്നത് ആരോടോ ആ ആളിനേക്കാൾ കൂടുതൽ പ്രാധാന്യത വരുന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിന്. ഇവിടെയൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല, നാട്ടിലൊക്കെ ആണെങ്കിൽ ചില അമ്മച്ചിമാർ അമ്മമ്മമാരൊക്കെ പ്രാർത്ഥനയാണെന്നറിയാമോ, ആടിച്ചു പൊളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് എന്റെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ നമ്മളും പറയും, ഗുഡ്, നല്ല പ്രാർത്ഥനയായിരുന്നു, അടിപൊളി പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വാക്കുകളെല്ലാം ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ യബ്ബേസ് ദൈവം മുമ്പിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. അതെ, ശ്രദ്ധിക്കുക, എൻ്റെ വചനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. മാറ്റർ ആൻഡ് മാനർ, ഇത് രണ്ടും ഒരുപോലെ ദൈവാധിഷ്ഠിതമായി ക്രമീകരിക്കപ്പെട്ടെങ്കിലേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുള്ളൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, മാറ്റർ ആൻഡ് മാനർ, പ്രാർത്ഥിക്കേണ്ട വിഷയവും പ്രാർത്ഥിക്കേണ്ട രീതിയും ഒരുപോലെ വരുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടുള്ളൂ? ഫലം കിട്ടുള്ളൂ. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടോ? അച്ഛാ, ഇതൊക്കെ ചുമ്മാതല്ല പ്രിയപ്പെട്ടവരെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം, പ്രായോഗിക വേദശാസ്ത്രജ്ഞനായ യാക്കോബ് പറയുകയാണ്, യു ആസ്ക് ആൻഡ് ഡു നോട്ട് റിസീവ്. നിങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വൈ? ബിക്കോസ് യു ആസ്ക് എമിസ് that you may spend it on your pleasures. മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടുന്നതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി ഒന്ന് വായിച്ചിട്ടേ ഇന്ന് ഉറങ്ങാവൂ. ഇല്ലെങ്കിൽ പറയേണ്ടേ, അച്ഛാ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ലേ, പ്രാർത്ഥിച്ചാൽ ദൈവം തരില്ല. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. That is written in the Bible. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പറയുകയല്ല, ഇത് വേദപുസ്തകത്തിൽ രചിതമാണ്, ദൈവം നിശ്വസ്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ in your pleasures, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടുന്നതിന് എങ്ങനെ യാചിക്കുന്നു? വല്ലാതെ. എമിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എമിസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ അത് കൊല്ലക്കുടിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് കാക്കൂസ് എന്ന വാക്ക്, കാക്കൂസ്, ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ we got to go to the original language. വേദപുസ്തകം രചിച്ച ആ ഭാഷയിൽ പോകുമ്പോഴാണ് ആ ഭാഷ എന്താണ് എന്ന് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ അച്ഛനുമൊത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി, ചില ഭാഷയ്ക്ക് അതിൻ്റെതായ ചില പ്രാധാന്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മലയാളത്തിൽ സംസാരം ശരിയല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ? യുവർ ടോക്കിംഗ് ഈസ് നോട്ട് കറക്റ്റ്, the method of your talking is not correct. നിന്റെ സംസാരം ശരിയല്ല. എന്നാൽ തമിഴ്നാട്ടിൽ പോയിട്ട് സംസാരം ശരിയല്ല എന്ന് ഒരു തമിഴനോട് പറഞ്ഞാൽ തല്ലു കിട്ടും. കാരണം എന്താ? അവിടെ സംസാരം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വൈഫ് എന്ന്. അപ്പൊ അങ്ങനെ നോക്കിക്കോ, നിങ്ങൾ ഭാഷ പഠിച്ചോളൂ. മലയാളത്തിൽ സംസാരം എന്ന് വെച്ചാൽ വേ ഓഫ് ടോക്കിംഗ് എന്നാണെങ്കിൽ, തമിഴിൽ സംസാരം എന്ന് വെച്ചാൽ അതെന്താണ്? ഭാര്യ എന്നാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഭാഷ ഉപയോഗിച്ചാൽ എന്നെ പറ്റും, പ്രശ്നം ഉണ്ടാകും.
അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു ഗോ ടു ദ ഒറിജിനൽ ലാംഗ്വേജ്. കഴിയുന്നത്രത്തോളം അത് പഠിക്കണം. അത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിച്ചവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗ്രീക്ക് വേദപുസ്തകത്തിൽ പഠിച്ച് അത് മനസ്സിലാക്കാം. കാക്കൂസ്, ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഇൻ അപ്രോപ്രിയേറ്റ് വേ, അനുചിതമായി, ഇൻ അപ്രോപ്രിയേറ്റ് വേ. സോ വി ഹാവ് ടു പ്രേ ഇൻ എ പ്രോപ്പർ വേ ആൻഡ് വി ഹാവ് ടു പ്രേ ഇൻ എ പ്രോപ്പർ മാനർ. മാനർ ആൻഡ് മാറ്റർ, ഇത് രണ്ടും ഒരുമിച്ച് ചേരണം. ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളെ ഉപസംഹരിക്കുവാനുള്ള അനുവാദം ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ റിയൽ സ്പിരിച്വാലിറ്റി? വെൻ വി ആർ പ്രേയിങ്, വി ഹാവ് ടു കീപ് ദ കറക്റ്റ് മാറ്റർ ആൻഡ് കറക്റ്റ് മാനർ. ഇത് രണ്ടും ചേരണം. അതാണ് ഓർത്തഡോക്സ് ലിറ്റർജിയുടെ ഏറ്റവും വലിയ യുണീക്നെസ്, അതിൻ്റെ അതുല്യത. മാനർ ആൻഡ് മാറ്റർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. 628 പേരുടെ പേരുകൾ. ആർക്കും വിശദീകരണമില്ല, ഒരാൾക്ക് മാത്രം, യബ്ബേസ്. ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. തൻ്റെതല്ലാത്ത കാരണത്താൽ സ്വന്തം പേര് പോലും സമൂഹത്തിന്റെ മുമ്പിൽ ഉച്ചരിക്കുവാൻ കഴിയാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എനിക്കറിയില്ല. ഉൾക്കൊണ്ടേ മതിയാകും. രാജാക്കന്മാരുടെ പേരുകളുണ്ട്, ചക്രവർത്തിമാരുടെ പേരുകളുണ്ട്, ന്യായാധിപന്മാരുടെ പേരുകളുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം ഭാഗതയം നിർണയിച്ച മോശയുടെ പേരുണ്ട്. പക്ഷേ നോ വൺ ഹാസ് ദിസ് എക്സ്പ്ലനേഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ വിത്ത് ദെയർ നെയിംസ്. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, യബ്ബേസിന്. മറ്റെങ്ങും വേദപുസ്തകത്തിൽ ആളിനെ കുറിച്ച് പറയുന്നില്ല, ഒരിടത്ത് മാത്രം. നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. എങ്ങനെ? ഒന്ന്, അവൻ പ്രാർത്ഥനയുടെ മാറ്റർ ക്രമീകരിച്ചു. 4 കാര്യങ്ങൾ അവൻ പറയുകയാണ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, വിശ്വാസത്തിന്റെ തീഷ്ണത. നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഞാൻ ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. നിന്റെ കൈ എന്നോടുകൂടെ ഉണ്ടാകണം. ഞാൻ വീഴാതെയും വഴുതാതെയും നിന്റെ കൈ എന്നെ വഴി നടത്തണം. 3-ാമതായി അവൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സങ്കടമുണ്ട്, അതൊന്നും മാറ്റാൻ വാനിഷ് ചെയ്യാൻ ഒക്കില്ല. പക്ഷേ ഈ സങ്കടം, ഈ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകരുത്, എനിക്കൊരു ദുഃഖത്തിന് കാരണമാകരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഈ രോഗം ഒരു ദുഃഖത്തിന് കാരണമാകരുത്. അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു? ഇതൊക്കെ എനിക്ക് തന്നാൽ കൊള്ളമായിരുന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ കൊള്ളമായിരുന്നു. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നു, ദൈവം അവന്റെ അപേക്ഷ കേട്ടു. ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കണമെങ്കിൽ, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടുന്നതിന് വല്ലാതെ, ഇൻ യുവർ പ്ലഷേഴ്സ്, നമ്മുടെ പ്ലഷറിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ലഭിക്കില്ല. നമ്മൾ ഇൻ അപ്രോപ്രിയേറ്റ് വേ, നോട്ട് ഇൻ എ പ്രോപ്പർ വേ ആണെങ്കിൽ കിട്ടില്ല. അനുതാപത്തോടെ, താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ താഴ്മയോടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അനുതാപത്തോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ആ നിത്യസത്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തുകയാണ് യബ്ബേസിന്റെ ജീവിതത്തിലൂടെ. നൗ ഹി ഈസ് മോർ ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ.